ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ളത് ഒരു കാര്യമുണ്ട്. ഒരാളുടെ പരാതി പരിഹരിച്ചിട്ടുണ്ട്. പരാതി കൊടുക്കാൻ പോയ തമ്മനംകാരനായിട്ടുള്ള CPM-ന്റെ ലോക്കൽ ആളുടെ കാര്യം തീർത്തു കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം? ഇടിച്ചു കൊടുത്തു എറണാകുളത്ത് വെച്ച്. അതാണ് രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനം അല്ലാതെ ഒരു പരാതി പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആരും ചോദിക്കാൻ പാടില്ല, ആരും ഉരിയാടാൻ പാടില്ല, ആരും പ്രതിഷേധിക്കാൻ പാടില്ല. ഇത് ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഭരിക്കും. ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ കേരളത്തിൽ ഈ കൊച്ചിക്ക് കൊടുത്ത കണക്കുകൾ BJP-ക്കുണ്ട്. കൊച്ചിൻ സ്മാർട്ട് ഒരു പറഞ്ഞോട്ടെ, കൊച്ചിയിലെ എറണാകുളം മാർക്കറ്റിന്റെ പുരോഗതി 100 കോടി രൂപയാണ് കൊടുത്തത്. നാരുണേ, നിങ്ങളെവിടാ? നിങ്ങൾ വലിയ പൂജ്യമല്ലേ? ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ ഉണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങളുണ്ടോ? ഈ രണ്ടിൽ നിന്ന് ഈ 353 ആകുമെങ്കിൽ ഈ കേരളവും BJP ഭരിക്കും. സംശയപ്പെടണ്ട, നിങ്ങളുടെ ആശങ്കയൊന്നും വേണ്ട. കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങള്, ക്രൈസ്തവരും മുസ്ലിങ്ങളും അടക്കം 100 കണക്കിന് ആളുകൾ വരും. കേരളത്തിന്റെ ചരിത്രം സംശയമില്ല. ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചതുപോലെ BJP-ക്ക് ഒരു സദസ്സ് സംഘടിപ്പിക്കാനുള്ള കരുത്തുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളിലേക്കാണ് പോകുന്നത്. കേരളത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികള് ഇതുപോലെ മറവച്ചിട്ടല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ 100 കൂട്ടം പദ്ധതികള് ഓരോ പഞ്ചായത്തിലും വികസന സങ്കല്പ യാത്ര പോവുകയാണ്. 100 കണക്കിന് ആളുകൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നു. 100 കണക്കിന് പദ്ധതികള്. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് പോയി ഈ തൃക്കാക്കരയിൽ നിന്ന് വന്ന ഒരാളുകൾക്ക് ഗ്യാസിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, വായ്പകൾ കൊടുത്തിട്ടുണ്ട്. ഉജ്ജൽ യോജന നിങ്ങൾ അരുൺ ഒരു കാര്യം സൗജന്യമായി ഒറ്റ ഇതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗവൺമെന്റിന് ഒറ്റയേ ഉള്ളൂ. അരുൺ നിങ്ങളൊരു മനസ്സിലാക്കൂ, ഈ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഒറ്റ വാക്കി പറഞ്ഞാൽ നയാ പൈസ ഇല്ല. ഈ പൈസ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ വകമാറ്റി ചെല്ലിട്ടുള്ള കോമിക്കുകളാണ്. ഇവിടെ പൈസ ഇല്ല. നിങ്ങൾ അവരെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ ഭംഗിയായി കിട്ടിയ പൈസയ്ക്ക് കണക്ക് കൊടുക്കുക, ബാക്കി മേടിക്കുക. നവകേരള സദസ്സ് യാത്ര തുടരുകയാണ്. ഇനി 2 മണ്ഡലങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. അതിൽ ഒന്ന് കുന്നത്തുനാടാണ്, മറ്റൊന്ന് ഈ തൃപ്പൂണിത്തുറയാണ്. ഈ 2